കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ കർണാടക സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. ബംഗളൂരു സ്വദേശി സന്തോഷ് കുമാറാണ് മരിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റും കോസ്റ്റൽ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബീച്ചിലെ ലൈഫ് ഗാർഡുമാരുടെ കുറവും സന്ദർശകർ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുമാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണം എന്നാണ് ആക്ഷേപം. നിഖിലെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ ഉച്ചയ്ക്ക് 12:30യോടുകൂടി പയ്യാമ്പലം കടലിൽ കാണാതായ ബംഗളൂരു സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. പയ്യാമ്പലം ബീച്ചിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് തന്നെ കണ്ടെത്തിയ മൃതദേഹം ഇപ്പോൾ അഴീക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റും. സന്തോഷ് കുമാറിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുമുണ്ട്. ഏതായാലും ഈ അപകടത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വീണ്ടും പയ്യാമ്പലത്ത് ആളുകൾ എത്തുമ്പോൾ ജാഗ്രത പാലിക്കണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ലൈഫ് ഗാർഡ് സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല പലപ്പോഴും എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. ഇവിടുത്തെ ലൈഫ് ഗാർഡുമാർ നമ്മുടെ കൂടെ ഉണ്ട്. ഈ ആളുകൾ കൂടുതലായി എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ രണ്ടുപേര് മാത്രമാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളത്. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളതല്ലേ? കാര്യം നമ്മളിവിടെ ബീച്ചിൽ ഒരു ഷിഫ്റ്റിൽ 2 ആളും 2 കോസ്റ്റൽ വാർഡന്മാർ ഒരു പോലീസുകാരനാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഇവിടെ നിന്ന് വിളിച്ച് കയറ്റി അങ്ങേ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും ഇപ്പുറത്ത് ഇറങ്ങുന്ന അവസ്ഥയാണ്. പിന്നെ ഈ കർണാടകക്കാർക്ക് അറിയത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ. അപ്പോൾ ഇത് ഇപ്പോൾ റെഡ് സോൺ ആക്കിയിട്ട് ഒരു നിശ്ചിത പരിധി കുളിക്കാനും ബാക്കിയുള്ളത് റെഡ് സോൺ ആക്കി മാറ്റാൻ ഇന്നലെ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നലെ മന്ത്രി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ലൈഫ് ഗാർഡുകൾ അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടെ കുറച്ച് ഇത് കുറയും, അപകടം കുറയുമെന്ന് നമ്മൾ ഇത് വെക്കുന്നു. ഈ കടലിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് ഒരു പരിചയമില്ലാതെ വന്ന് ഇറങ്ങുന്നത് കൂടി അപകടത്തിന് കാരണമാവുന്നുണ്ടല്ലോ. മെയിൻ കാരണം അതാണ്. ഇവർക്ക് യാതൊരു കടലിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അപകടത്തിൽ അടിക്കടിയായിട്ട് നിരവധി അപകടം വന്നിട്ടുണ്ട്. കുറേ ഭാഗം നമ്മൾ ലൈഫ് ഗാർഡ് സേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസം അപ്പുറം ഒരു യുപിക്കാരൻ ഇതേപോലെ 30 വയസ്സുള്ളവൻ ചാടിയിട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് അവൻ രക്ഷപ്പെട്ടത്. അതും ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞു. ഇതിപ്പോൾ കൊട്ടിയൂർ സീസൺ ആയ മുതലേ ഇവിടെ ജനാവലി തന്നെയാണ്. ഈ വന്ന മിക്ക ആൾക്കാരും വെള്ളത്തിൽ കുളിച്ചിട്ടേ പോകുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുളിക്കുമ്പോൾ ഒന്ന് അടുത്തുനിന്ന് കുളിക്കുന്നതാണെങ്കിൽ യാതൊരു കുഴപ്പവും വരുന്നില്ല. നമ്മൾ പറഞ്ഞത് കേൾക്കാണ്ട് ദൂരെ നമ്മൾ ഈ ഒരു സീസൺ വന്നപ്പോഴേ നമ്മൾ നല്ലോണം ഇതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അന്നേരം ഒരു അപകടം വരുമ്പോൾ നമുക്കും മാനസികമായിട്ട് നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ട് ഒരാൾ മിസ്സാകുന്നത് നമ്മൾ മാനസികമായിട്ട് നമുക്കും ഒരു വിഷമമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഒന്നും പറയാനുള്ളത്, നമ്മൾ ലൈഫ് ഗാർഡ്സിൻ്റെ സ്ട്രെങ്ത്തിൽ നിന്നുള്ള മന്ത്രി കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഭാഗം നമുക്ക് ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. ഇപ്പം കടൽ ഭയങ്കര പ്രക്ഷുബ്ധമാണ്. ഇനിയുള്ള കാലങ്ങളിൽ ആരും വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കുക, അതാണ് എല്ലാവരുടെയും നമുക്കും നമ്മുടെ ജീവന് സുരക്ഷ. ഏതായാലും അത് തന്നെയാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ടെങ്കിലും നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ കാര്യം. അത് മാത്രമല്ല, ഇപ്പോൾ ഇവർ പറയുന്ന ഇവരുടെ പരിമിതികളുണ്ട്. ഇത്രയും നീളത്തിലുള്ള ഒരു ബീച്ചാണ്, ഇത്രയധികം ആളുകൾ. ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമായിരിക്കും ഇവിടെ ഉണ്ടാവുക. അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഈ 2 പേർക്ക് ഇത്രയും ആളുകളെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഈ അപകട വിവരം അറിഞ്ഞ സ്ഥലത്തെത്തിയ മന്ത്രി PC വിശ്വനാഥ് ഈ എണ്ണം കൂട്ടി നൽകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ റെഡ് സോണൊക്കെ തിരിച്ച് അത്തരത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടവും കടക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരുപക്ഷെ നമുക്ക് ഇവിടെയുള്ള ഈ ബോർഡൊക്കെ കാണാം. ഇത്തരം ബോർഡുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും പലപ്പോഴും ആരും ഇതൊന്നും ശ്രദ്ധിക്കാത്ത സാഹചര്യമുണ്ട്. കൂടുതൽ അപായ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ ഈ എല്ലാ ഭാഷകളിലും, അതായത് മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ, ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലെല്ലാം തന്നെ സ്ഥാപിക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കും. അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാവുമെന്ന ഉറപ്പ് കൂടി അധികൃതർ നൽകുന്നുണ്ട്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കുക എന്നുള്ളതാണ്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.